ചിത്രത്തിന്റെ തുടക്കത്തിൽ ജൂൺവോ എന്നൊരു പയ്യനെ കാണാം. ഇന്നലെ രാത്രി പബ്ജി കളിച്ച് കിടക്കുമ്പോൾ സമയം 3 മണിയായതിനാൽ എഴുന്നേൽക്കുമ്പോൾ നട്ടുച്ചയായി. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവനാണ് ഈ വീട്ടിലെ വാഴ. അതിനാൽ അവന്റെ അച്ഛൻ ഓഫീസിൽ പോവുകയും അമ്മയും അനിയത്തിയും ഷോപ്പിങ്ങിന് പോയതായും വരുമ്പോൾ കുറച്ച് ലേറ്റാവും എന്നൊക്കെ എഴുതി വെച്ചാണ് പോയത്. ജൂൺവോവിന് അതൊക്കെ ഒരു വിഷയമേ അല്ല. ആളൊരു ചെറിയ യൂട്യൂബർ ആണ്. അതിനാൽ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്ത് ഗെയിം കളിക്കാൻ തുടങ്ങി. അതിനിടയിൽ കുറച്ചു പേർ പറയുന്നു, പെട്ടെന്ന് എല്ലാവരും ഒന്ന് TV കാണ്, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടതും ജൂൺവോ പെട്ടെന്ന് പോയി TV ഓൺ ചെയ്ത് നോക്കുന്നു. അപ്പോൾ തന്നെ അവന്റെ ഫോണിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു എമർജൻസി അലർട്ട് വരുന്നു. നാടാകെ ഒരു വൈറസ് പടരുന്നുണ്ട്. അത് ശരീരത്തിൽ ഏറ്റാൽ സോംബിയായി മാറും. അതിനാൽ ഇനി ഒരു അലർട്ട് ഉണ്ടാവുന്നതുവരെ ആരും പുറത്തിറങ്ങാൻ പാടില്ല. ജൂൺവോ ആശ്ചര്യത്തോടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് പേർ പേടിച്ച് വിരണ്ട് ഓടുന്നത് കാണാം. കാരണം അവിടെ ഓരോരുത്തരും സോംബിയായി മാറുകയാണ്. സോംബി ആയവർ ഓരോരുത്തരെയും കടിച്ച് സോംബിയാക്കാൻ തുടങ്ങി. ഒരു പെൺകുട്ടിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന തള്ള മകളെ കാണുകയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പേടിക്കണ്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ആ തള്ള അറിഞ്ഞിരുന്നില്ല മകൾ ഒരു സോംബി ആയ കാര്യം. ആ അമ്മയെ അവൾ കടിച്ചു വലിക്കുന്നു. ഇതൊക്കെ കണ്ട് കിളിപ്പോയി നിൽക്കുന്ന ജൂൺവോവിന്റെ റൂമിന്റെ കതകിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ചെറിയ ഒരു പേടിയോടുകൂടി അവൻ വാതിൽ തുറന്ന് നോക്കലും പെട്ടെന്ന് ഒരുത്തൻ ഓടി വന്ന് അകത്ത് കയറുന്നു. അത് അയൽവാസിയായിരുന്നു. അവൻ പറയുന്നു, രാവിലെ ഡൂക്കെടുത്ത് വായി നോക്കാൻ പോയ എൻ്റെ ഏട്ടൻ പെട്ടെന്ന് അടി കിട്ടിയതുപോലെ വിറച്ചോണ്ട് വന്നു. എന്നിട്ട് എല്ലാരെയും നായിയെ പോലെ കടിക്കാൻ തുടങ്ങി. ഞാൻ രക്ഷപ്പെട്ടു വന്നതാണ്. കുറച്ചു നേരം ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ജൂൺവോ ലേശം സെൽഫിഷാണ്. അതിനാൽ വേണ്ട, ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് TV-യിൽ ന്യൂസ് വരുന്നു. സോംബി വൈറസ് ഏറ്റാൽ അല്പനേരം ഒന്നും സംഭവിക്കില്ല, ബട്ട് ഏത് നിമിഷവും സോംബിയായി മാറും. അത് കേട്ടതും ജൂൺവോ കൂടുതൽ പേടിച്ച് പിച്ചാത്തി കാട്ടി അവനെ പോകാൻ പറയുന്നു. എന്നാൽ ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലാത്തവൻ പെട്ടെന്ന് അവന്റെ കണ്ണെല്ലാം ചുവന്ന് കണ്ടാൽ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് ഇടുകയാണെന്ന് തോന്നും. എന്നാൽ സംഭവം അവൻ പതിയെ പതിയെ ഒരു സോംബിയായി മാറുകയാണ്. ശേഷം നേരെ ജൂൺവുവിന്റെ അടുത്തേക്ക് കടിക്കാൻ പോകുന്നു. ജൂൺ അവനെ പിടിച്ച് തള്ളി റൂമിന് പുറത്തേക്ക് തള്ളിയിട്ട് കഥ കിടക്കുന്നു. ഇനി ആരും വീട്ടിലേക്ക് കടന്നു വരരുതെന്ന് കരുതി വലിയൊരു ഫ്രിഡ്ജ് ഡോറിന്റെ മുമ്പിൽ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് പോയ അമ്മയെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ കട്ടാവുന്നു. അതിൽ അവൻ കൂടുതൽ ഭയവും ദേഷ്യവും തോന്നുന്നു. ഇടയ്ക്ക് സിഗ്നൽ വരുമ്പോൾ അവന്റെ അമ്മ അയച്ച മെസ്സേജ് അവന് കിട്ടുന്നു. മോനെ, നീ പേടിക്കണ്ട, അവിടെ തന്നെ സൂക്ഷിച്ചു നിൽക്ക്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. 60 ദിവസത്തേക്ക് ലോക്ക്ഡൌൺ ആണ്, അതിനാൽ പുറത്തിറങ്ങാൻ കഴിയില്ല. അതുവരെയുള്ള ഫുഡ് റെഡിയാക്കി വെക്ക്. അങ്ങനെ അവൻ വീട്ടിലുള്ള ഫുഡിന്റെ അളവെടുക്കുന്നു. കഷ്ടിച്ച് 9 ദിവസത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിന് ആകെ ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം അവൻ കിടന്നു ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഫോണിൽ നോക്കുമ്പോൾ കുറെ പേർ ഓരോ സ്ഥലത്ത് ലോക്ക് ആയിട്ടുണ്ടെന്ന് പോസ്റ്റ് ഇടുന്നു. അതേപോലെ ജൂൺവോ ഒരു പേപ്പറിൽ താനും ലോക്ക് ആയിട്ടുണ്ട് എന്ന് അഡ്രസ് സഹിതം എഴുതി പോസ്റ്റ് ഇട്ട് ഷെയർ ചെയ്യുന്നു. TV ന്യൂസിൽ ചിലർ ഫോണിലൂടെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണിക്കുന്നു. അതൊക്കെ കണ്ട് ഭയന്ന് ഇനി എൻ്റെ വീടിനും പുറത്ത് സോംബികൾ ഉണ്ടാകുമോ എന്ന് നോക്കാൻ ഡ്രോണിൽ ഫോൺ കെട്ടിവെച്ച് പറത്തി നോക്കാൻ തുടങ്ങി. അവിടെ മൊത്തം ഫ്ലാറ്റിൽ സോംബികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഫോണിലെ ചാർജ് കുറയാൻ തുടങ്ങി. അവൻ ഫോൺ ചാർജിന് വെച്ചിട്ട് പബ്ജി കളിക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഇന്റർനെറ്റ് കണക്ഷനും കട്ടാവുന്നു. നമുക്ക് ഇക്കാലത്ത് ഫുഡ് ഇല്ലാതെ ജീവിക്കാം, പക്ഷേ ഒരിക്കലും ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ ജീവിക്കാനേ പറ്റില്ല. ഇപ്പോഴാണ് അവന് ഏറ്റവും കൂടുതൽ കലിപ്പ് കയറിയത്. അവന് കൂടുതൽ ഡിപ്രഷൻ ആവാൻ തുടങ്ങി. ആകെ ഉണ്ടായിരുന്ന എന്റർടൈൻമെന്റ് പബ്ജി ആയിരുന്നു, അതും പോയി. ആ സങ്കടത്തിൽ അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. രാത്രിയിൽ പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ അവൻ ഞെട്ടി ഉണർന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പോലീസ് സോംബികളെ വെടിവെച്ച് തീർത്തോണ്ട് വരുന്നു. ഇടയ്ക്ക് വെച്ച് അവളുടെ ബുള്ളറ്റ് തീർന്നതിനാൽ റീലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു സോംബി അവളുടെ നേർക്ക് അറ്റാക്ക് ചെയ്യാൻ ഓടി വരുന്നു. എന്നാൽ അവൾ ധൃതിയിൽ റീലോഡ് ചെയ്ത് പൊട്ടിക്കുന്നു. അന്നേരം അവളുടെ ദേഹത്തേക്ക് ചാടി വീഴുകയും അവിടേക്ക് വേറെ കുറെ സോംബികൾ വന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അന്നേരം അവളുടെ കയ്യിലുണ്ടായിരുന്ന തുപ്പാക്കി അവിടെ വീഴുകയും പുലിമുരുകനിലെ പുലിയെ പോലെ സോംബികൾ അവളെ കടിച്ച് വലിച്ചോണ്ട് പോകുന്നു. അവിടെ ഒരുപാട് സോംബികൾ അവളുടെ അടുത്തേക്ക് വരുന്നു. ഇതൊക്കെ കണ്ട ജൂൺവോ വിൻഡോ തുറന്ന് അലറിക്കൊണ്ട് പറയുന്നു, പ്ലീസ് അവളെ ഒന്നും ചെയ്യല്ലേ. അത് കേട്ട സോംബികൾ അവളെ വലിച്ചോണ്ട് പോകുന്നു. അതേപോലെ അവന്റെ ഒച്ച കേട്ട് ഒരു സോംബി അവന്റെ റൂമിലേക്ക് വരാൻ തുടങ്ങി. ഫ്രിഡ്ജ് തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൻ സ്പൈഡർമാൻ ട്രെയിൻ തടഞ്ഞു നിർത്തുന്ന പോലെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ശേഷം ഓടിപ്പോയി ബാൽക്കണിയിൽ നിൽക്കുകയും സോംബിയുടെ കടിയേറ്റ് സോംബി ആവുന്നതിന് പകരം താഴോട്ട് ചാടി മരിക്കുന്നതാണെന്ന് കരുതി ചാടുന്നു.
സോംബി അവന്റെ നേർക്ക് ഓടി അവന്റെ പുറകെ ചാടുന്നു. സോംബി താഴെ വീണ് മരിക്കുന്നു. എന്നാൽ ജൂൺവു അവിടെ താങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സോംബിയെ അവൻ പറ്റിച്ചതാണ്. ഇതൊക്കെ പബ്ജി കളിക്കുന്നതിന്റെ ഗുണമായിരിക്കാം. നീയാടാ യഥാർത്ഥ പബ്ജി കളിക്കാരൻ. അന്നേരം നേരത്തെ സോംബി കടിച്ചു കൊടഞ്ഞ പോലീസുകാരി ഒരു സോംബിയായി മാറുകയും അത് ജൂൺവുവിനെ വെറിയോടെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ജൂൺവു വീടിന്റെ ഡോർ ഇനി ആരും അകത്ത് കടക്കരുത് എന്ന് കരുതി ലോക്ക് ചെയ്തു വെക്കുന്നു. അതേപോലെ ഫ്രിഡ്ജിൽ വച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ സോംബി അറ്റാക്ക് ചെയ്തപ്പോൾ നിലത്തു വീണ് നാശമായി പോയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. 7ാമത്തെ ദിവസം TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നൂഡിൽസിന്റെ ഒരു പരസ്യം കാണുകയും അവന്റെ വായിൽ വെള്ളമൂറുകയും അവിടെ വച്ചിരുന്ന നൂഡിൽസ് കുറേശ്ശെ കഴിക്കാൻ മാറ്റിവെച്ചത് ഒറ്റയടിക്ക് TV കണ്ടതുപോലെ അകത്താക്കുന്നു. ശേഷം ഉറക്കം വരുകയും റിമോട്ട് ടാബിലേക്ക് ഇടുമ്പോൾ കുടിക്കാനുള്ള വെള്ളം മറിഞ്ഞു വീണ് വേസ്റ്റ് ആവുന്നു. വെള്ളമല്ലേ എന്ന് നിസാരമായി കാണുകയും വെള്ളം ബോട്ടിൽ നിറക്കാൻ പോകുമ്പോൾ ഒരു പൈപ്പിലും വെള്ളമില്ല. ആകെ മൊത്തം ഊംഫി. അങ്ങനെ അവിടെ വേസ്റ്റ് ആയ വെള്ളം അവൻ വേറെ വഴി ഇല്ലാത്തതിനാൽ നക്കി കുടിക്കുന്നു. 10ാമത്തെ ദിവസം TV പ്രോഗ്രാംസ് എല്ലാം സ്റ്റോപ്പ് ആവുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുണ്ണാക്കുന്നു. ഒടുവിൽ ഒരു ഐഡിയ കിട്ടുന്നു. TV പോയാൽ എന്താ, റേഡിയോ ഉണ്ടല്ലോ. എന്നാൽ റേഡിയോ ഓൺ ചെയ്യണമെങ്കിൽ നോർമൽ വയർ ഉള്ള ഹെഡ്സെറ്റ് വേണം. അവന്റെ കയ്യിലുള്ളത് മൊത്തം വയർലെസ് ഹെഡ്സെറ്റ് ആണ്. പഴയത് എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് അരിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല. അങ്ങനെ അതും ഊംഫി. 15ാമത്തെ ദിവസം വീട്ടിലുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നു. ഒടുവിൽ അച്ഛൻ കഴിച്ചുകൊണ്ടിരുന്ന മദ്യം അവൻ കഴിക്കാൻ തുടങ്ങി. കഴിച്ച് അവൻ മറ്റൊരു ലോകത്തെത്തി. ഫോണിൽ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് അടിച്ചു പൊളിക്കുന്നു. അതിനിടയിൽ അവന്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും വളരെ സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ അതവന്റെ സ്വപ്നമായിരുന്നു. മുൻപ് എല്ലാവരും ഉള്ളപ്പോൾ പബ്ജി കളിച്ച് നടക്കുമ്പോൾ വീട്ടുകാരെ മൈൻഡ് ചെയ്യാതെ ഫുൾ ടൈം ഇന്റർനെറ്റിലൂടെ ചെലവഴിക്കുമ്പോൾ നഷ്ടപ്പെട്ട സ്നേഹപ്രകടനം അവനിപ്പോൾ ഓർമ്മ വരുന്നു. പെട്ടെന്ന് അവന്റെ ഫോണിൽ സിഗ്നൽ വരികയും ഒരു വോയിസ് മെസ്സേജ് വരുന്നു. എന്നാൽ സിഗ്നൽ കുറവായതിനാൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ സെൽഫി സ്റ്റിക്ക് വെച്ച് സിഗ്നൽ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി കേൾക്കുന്നു. ആ ഓഡിയോ മെസ്സേജ് അവന്റെ അമ്മയുടേത് ആയിരുന്നു. ഞാൻ അച്ഛന്റെ ഓഫീസിൽ സേഫ് ആയിട്ടുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അയ്യോ, സോംബി വരുന്നു, ഓടിക്കോ. അത്രയും ഓഡിയോ മാത്രമേ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവനാകെ ടെൻഷൻ ആവുകയും കലിപ്പിൽ വീട്ടിലുള്ളതൊക്കെ ചവിട്ടി ഉടയ്ക്കാൻ തുടങ്ങി. ഇനി ഇവിടെ അടച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പുറത്തേക്കിറങ്ങുന്നു. മുൻപിൽ കണ്ട സോംബിയെ കൊലപ്പെടുത്തി മാസായി മുന്നോട്ട് കലിപ്പിൽ പോകുന്നു. അയൽവാസി ഒരു ശരീരത്തെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ജൂൺവുവിനെ കണ്ടപ്പോൾ അവന്റെ നേർക്ക് വരാൻ തുടങ്ങി. മറ്റൊരു സൈഡിൽ ഒരുപാട് സോംബി അവന്റെ നേർക്ക് കൊലവെറിയോടെ ഓടി വരാൻ തുടങ്ങി. ഇതോടെ ഉണ്ടായിരുന്ന ധൈര്യം മൊത്തം തീർന്നു. ഭയന്ന് വിറച്ച് മറ്റൊരു വശത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ ആ വശത്തും സോംബികൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. ഇനി ഉള്ളത് ലിഫ്റ്റ് മാത്രമാണ്. ലിഫ്റ്റിൽ കയറി പോകാൻ വെയിറ്റ് ചെയ്യുന്നു. അതേപോലെ സോംബി അടുത്ത് എത്താറായി. സോംബികൾ ഇവനെ തീർക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആവുകയും അതിൽ മൊത്തം സോംബികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സോംബികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അവിടെ വീഴുന്നു. അവൻ ഓടിപ്പോയി ഒരു ചെറിയ മറവിൽ ഒളിച്ചു നിൽക്കുന്നു. അന്നേരം സോംബികൾ ഒരു വശത്തു കൂടി ക്യൂ നിന്ന് പോകുന്നു. എല്ലാം പോയി കഴിഞ്ഞ ശേഷം ജൂൺവു റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ മുൻപിൽ ഒരു സോംബി പതുക്കെ നടന്നു വരുന്നു. കണ്ടാൽ കഞ്ചാവടിച്ചാണ് വരുന്നതെന്ന് തോന്നും. പക്ഷേ ഈ സോംബിക്ക് കണ്ണില്ല, കാറ്റിനനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. അക്കാര്യം അവന് മനസ്സിലാവുകയും ജൂൺവു അവിടെ ശബ്ദം ഉണ്ടാക്കാതെ മറഞ്ഞു നിൽക്കുന്നു. ഇനി മണം പിടിച്ച് അടുത്ത് വരുമോ എന്നറിയാതെ ചെറിയ ഒരു ഭയത്തോടെ അവൻ നിൽക്കുന്നു. ഭാഗ്യത്തിന് അത് അതിന്റെ പാട്ടിന് പോകുന്നു. ശേഷം അവൻ റൂമിൽ കയറുന്നു. അങ്ങനെ 20ാമത്തെ ദിവസം നാട്ടിലെ പവർ സ്റ്റേഷൻ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ഒടുവിൽ കറന്റും കട്ടാവുന്നു. TV ഇല്ല, ഫോണിൽ ചാർജുമില്ല, വെളിച്ചവുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, സംസാരിക്കാൻ ആരുമില്ല. യൂട്യൂബിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല. കാസ്ട്രോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകുമോ? അൺബോക്സിംഗ് ഡൂഡ് എന്തെങ്കിലും അൺബോക്സ് ചെയ്ത് കാണുമോ? മാഹിൻ മച്ചാൻ പുതിയ പ്രാങ്ക് വല്ലതും ചെയ്ത് കാണുമോ? ഈ ബുൾജറ്റിലെ എബിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കാർത്തിക് സൂര്യയും സഞ്ജു ടെക്കിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഫിറോസ് ഇക്കനെ ഓർക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നു. സീജ് വ്ളോഗ്സിൽ പുതിയ സൈക്കോ മൂവീസ് വല്ലതും അപ്ലോഡ് ചെയ്ത് കാണുമോ? അവൻ്റെ ചളി കേൾക്കുന്നതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ്. അച്ഛനെയും അമ്മയും അനിയത്തിയെയും സോംബി കടിച്ചു കാണും. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ലേസർ ലൈറ്റ് അവൻ്റെ മുഖത്തേക്ക് അടിച്ച് നോ എന്ന് സിഗ്നൽ കാണിക്കുന്നു. അവൻ ഒരു വിധത്തിൽ പിടഞ്ഞ് താഴെ വീണ് രക്ഷപ്പെടുന്നു. ശേഷം ലേസർ ലൈറ്റ് അടിച്ചത് ആരാണെന്ന് നോക്കാൻ പോവുകയും അവിടെ മറ്റൊരു ഫ്ലാറ്റിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് എലീന. അവളെ കണ്ട് കണ്ണു മഞ്ഞളിച്ച ജൂൺവു കോഴിയെപ്പോലെ ചിറകടിക്കാൻ തുടങ്ങി. അവൻ്റെ വിശപ്പും ദാഹവും വിഷമവും എല്ലാം അല്പനേരത്തേക്ക് മാറി.
അപ്പോൾ എലീന ആംഗ്യ ഭാഷയിൽ പറയുന്നു, ഹേയ്, ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്, സൂംബി കേട്ടാൽ അവിടേക്ക് വരും. രാവിലെ 7 മണിക്ക് സൂംബി ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ സംസാരിക്കാം എന്നും പറഞ്ഞ് വിൻഡോ ക്ലോസ് ചെയ്യുന്നു. എലീന എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. ഫുഡ് ഓരോ ദിവസം എത്ര കഴിക്കണം, അങ്ങനെ പലതും ടൈം ടേബിൾ പോലെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. അതേപോലെ പുറത്ത് ഒരുപാട് കുപ്പിച്ചില്ല് പൊടിയാക്കി ഇട്ടിട്ടുണ്ട്, സോംബി വരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി. അഥവാ ഡോർ തകർത്ത് അകത്ത് കടക്കാൻ ശ്രമിച്ചാൽ ഒരു കസേരയിൽ മൂർച്ചയുള്ള കമ്പികളൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. സൂംബി വരുമ്പോൾ സൂംബിയുടെ കണ്ണിൽ കുത്താൻ ആയിരിക്കും. വെള്ളം ഒരു ദിവസം എത്ര കുടിക്കണമെന്ന് പോലും മാർക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. അതേപോലെ വീട്ടിലുള്ള ചെടിക്ക് പോലും വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത്രയ്ക്കും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവളാണ് എലീന. അങ്ങനെ അവൾ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം ജൂൺ വോ എഴുന്നേൽക്കുമ്പോൾ സമയം 11 മണിയാവുന്നു. രാവിലെ 7 മണിക്ക് കാണാം എന്ന് അവൾ പറഞ്ഞത് ഓർക്കുകയും ധൃതിയിൽ വിൻഡോ തുറന്ന് നോക്കുന്നു. അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ എലീനയോട് നേരം വൈകിയതിന് സോറി പറയുന്നു. പെട്ടെന്ന് അവൾ പുറകിൽ ഒരു ശബ്ദം കേൾക്കുകയും പോയി നോക്കിയിട്ട് തിരിച്ചു വന്ന് ആംഗ്യഭാഷയിൽ പറയുന്നു, ഇനി നാളെ രാവിലെ 7 മണിക്ക് കാണാം. ശേഷം അവൾ വിൻഡോ ക്ലോസ് ചെയ്ത് പോകുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ മീശമാധവനെ പോലെ ഒരു സോംബി എലീന വെച്ച കെണിയിൽ കുടുങ്ങിയിട്ടുണ്ട്. എലീന ഒരു മഴുവെടുത്ത് പോയി സോംബിയെ വെട്ടി കൊലപ്പെടുത്തുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മഴ വരാൻ തുടങ്ങി. അവർ കുറച്ച് വെള്ളം ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. അന്നേരം എലീന 8ാമത്തെ നിലയിൽ സോംബി ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അവിടെ പോയാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും എന്ന് കരുതുന്നു. പിറ്റേ ദിവസം ജൂൺ വെള്ളത്തിൽ തുണിമുക്കി ശരീരം തുടക്കുന്നു. സംഭവം കുളിക്കുന്നതാണ്. അങ്ങനെ 7 മണിക്ക് റെഡിയായി എലീനയെ കാണുന്നു. എന്നാൽ ജൂൺവുവിന്റെ വയറ്റിൽ ഗുൾഗുളു ശബ്ദം കേൾക്കുന്നു. എലീന ചോദിക്കുന്നു, വിശക്കുന്നോ? എങ്കിൽ ഞാൻ കുറച്ച് ഭക്ഷണം തരാം. ശേഷം അവൾ ഒരു ബോളിൽ കയർ കെട്ടി അവന്റെ നേർക്ക് എറിയുന്നു. എന്നാൽ അത് അവിടെ വരെ എത്തിയില്ല, നേരെ താഴെ വീഴുന്നു. ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കെ ജൂൺവു ആരാമോൻ അവന്റെ കയ്യിലുള്ള ഡ്രോൺ എടുത്ത് അതിൽ കയർ കെട്ടി എലീനയുടെ നേർക്ക് പറത്തിവിടുന്നു. ആ ഡ്രോൺ അവളുടെ അടുത്ത് എത്തിയപ്പോൾ ജൂൺവു അവളെ കുറച്ചുകൂടി അടുത്തായി കണ്ടതിനാൽ അവന്റെ ഉള്ളിൽ ലഡ്ഡു പൊട്ടി. സാഹചര്യത്തിനനുസരിച്ച് വായി നോക്കുന്നവനാണ് യഥാർത്ഥ കോയി. അങ്ങനെ അവൾ ആ കയറിൽ കുറച്ച് ഫുഡ് ഒരു ബാഗിൽ തൂക്കി വിടുന്നു. അത് നേരെ അവന്റെ അടുത്ത് എത്തിയ താമസം തന്നെ 1 മാസം പട്ടിണി കിടന്നവന്റെ മുൻപിൽ ചിക്കൻ ബിരിയാണി കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതേപോലെ ആർത്തിയോടെ കഴിക്കുന്നു. അതിനുശേഷം താഴെ നോക്കുമ്പോൾ നേരത്തെ ബോളിൽ കെട്ടി എറിഞ്ഞ കയറിൽ ഒരു സോംബി പിടിച്ചു നിൽക്കുന്നു. ആ കയർ കെട്ടിയത് മുകളിൽ എലീന ഒരു ടേബിളിലാണ്. സോംബി അത് പിടിച്ചു വലിച്ചതും ആ ടേബിൾ സ്പീഡിൽ വന്ന് എലീനയെ തട്ടി അവൾ അവിടെ വീണ് ബോധം പോകുന്നു. ടേബിൾ അവിടെ കുരുങ്ങിക്കിടക്കുകയും ആ കയർ പിടിച്ച് സോംബി വലിഞ്ഞു കയറാൻ തുടങ്ങി. എലീന അവിടെ ബോധമില്ലാതെ കിടക്കുന്നു. സോംബി അവളെ അറ്റാക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കി ജൂൺവു ആകെ ടെൻഷൻ അടിച്ച് ഇനി എന്ത് ചെയ്യും എന്ന് ഒരു പിടിയും കിട്ടിയില്ല. അവസാനം തന്റെ ഡ്രോൺ പറത്തി വിടാൻ തുടങ്ങി. അത് നേരെ സോംബിയുടെ അടുത്തെത്തി അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കി. സോംബിയുടെ മുഖത്ത് ചെറുതായി കൊള്ളുന്നു. അവൻ വിചാരിക്കുന്നു, ഇത് എന്നാത്ത ചാതനം. ജൂൺവോ സോംബിയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സോംബി ആ ഡ്രോണിനെ പിടിച്ച് നശിപ്പിക്കുന്നു. ജൂൺവുവിന്റെ ആ പ്ലാനും നടന്നില്ല. സോംബി അവളുടെ റൂമിന്റെ അടുത്ത് എത്താറായി. എന്നാൽ അതേ സമയത്ത് എലീനക്ക് ബോധം വരികയും അവൾ കോടാലിയെടുത്ത് സോംബിയുടെ കൈക്ക് തന്നെ വീശി അതോടെ അവന്റെ കൈ കട്ടായി താഴോട്ട് വീഴുന്നു. ബാക്കിയായ കൈയും താഴോട്ട് വീഴുന്നു. എന്നാൽ അവളുടെ ഭക്ഷണങ്ങളൊക്കെ താഴെ വീണ് വേസ്റ്റ് ആകുന്നു. ഇപ്പോൾ 2 പേരുടെയും കയ്യിൽ ഫുഡ് കുറവാണ്. അതിനാൽ ജൂൺവു അടുത്ത വീട്ടിൽ കയറി ഫുഡുണ്ടോ എന്ന് നോക്കാം എന്ന് കരുതി ഒരു യുദ്ധത്തിന് പോകുന്ന പോലെ എല്ലാം എടുത്ത് റെഡിയായി പതുക്കെ പുറത്തിറങ്ങി സോംബിയായി കൊല്ലപ്പെട്ട അയൽവാസിയുടെ പോക്കറ്റിൽ നിന്നും കീ എടുത്ത് പതുക്കെ അവന്റെ റൂം തുറന്ന് അകത്ത് കടക്കുന്നു. ശേഷം ഫ്രിഡ്ജിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്ത് തിരിച്ചു വരാനൊരുങ്ങുമ്പോൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോസ് കാണുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവർ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്ന്. അപ്പോൾ അവൻ കരുതുന്നു, എങ്കിൽ ഇവിടെ ഒരുപാട് അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാവും, അതും കൂടി എടുക്കാം. അങ്ങനെ അവൻ ഒരു റൂമിൽ കയറുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കാണുന്നു. അവൻ വിചാരിക്കുന്നു, നല്ല കാലാണല്ലോ. പെട്ടെന്നവൻ വന്ന കാര്യം സാധിച്ചിട്ട് പോകാം എന്ന് കരുതി അവിടുന്ന് ഇയർഫോണ്, വോക്കി ടോക്കി അങ്ങനെ പലതും എടുക്കുന്നു. എന്നാൽ അവനറിയാതെ വോക്കി ടോക്കിയിൽ ഒരു ബട്ടൺ പ്രസ് ആവുകയും പെട്ടെന്ന് ഒരു ശബ്ദം അതിൽ നിന്നും കേൾക്കുന്നു. അവനത് ഓഫ് ചെയ്യുകയും നേരത്തെ കണ്ട ഡെഡ് ബോഡി അവന്റെ മനസ്സിൽ ചെറുതായി ഒരു കൗതുകം ഉണർത്തി. അവനത് നോക്കാൻ വേണ്ടി പോവുകയും മൂടിക്കിടക്കുന്ന തുണി പതുക്കെ മാറ്റാൻ തുടങ്ങി. അതൊരു പെണ്ണായിരുന്നു. പെട്ടെന്ന് അവന്റെ പുറകിൽ സോംബി വരുന്നു. അവളുടെ ഹസ്ബൻഡ് ആയിരിക്കാം. സോംബി അവനെ മലർത്തിയടിക്കുന്നു. അവൻ ആ പെണ്ണുമ്പിള്ളയുടെ ദേഹത്ത് വീഴുകയും അവിടെ ഉരുണ്ടു വീണ് ജൂൺവോ ഏറ്റവും അടിയിലും അതിനു മുകളിൽ ആ പെണ്ണുമ്പിള്ളയും അതിനു മുകളിൽ സോംബിയും ബ്രെഡിൽ ജാം പുരട്ടിയ അവസ്ഥ. സോംബി അവനെ
കടിക്കാൻ ശ്രമിച്ചെങ്കിലും ഉരുണ്ടു പിടച്ച് എങ്ങനെയൊക്കെയായി അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. ശേഷം അവന്റെ റൂമിൽ തിരിച്ചെത്തി കുറച്ച് ഫുഡ് അവൻ കഴിച്ചതിനു ശേഷം കുറച്ച് ഫുഡ് ബാഗിൽ വെച്ച് ഒരു വാക്കി ടോക്കിയും വെച്ച് നേരെ എലീനയുടെ അടുത്തേക്ക് ഉരുട്ടിവിടുന്നു. ശേഷം അവൻ കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം വാക്കി ടോക്കി വഴി കോൾ വരുന്നു. അവൻ ഞെട്ടി ഉണരുന്നു. ജൂൺവു അവളോട് ഉച്ചത്തിൽ സംസാരിക്കുന്നു. എന്നാൽ അവൾ പറയുന്നു, നീ എന്തിനാ ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നത്? എനിക്ക് ചെവി കേൾക്കാം, പതുക്കെ സംസാരിക്ക്. അപ്പോൾ അവൻ പതുക്കെ സംസാരിക്കുന്നു. ഓക്കെ മാഡം, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും പറ. അപ്പോൾ അവൾ പറയുന്നു, എന്തുവാടെ ഒന്ന് ക്ലിയർ ആവുന്നില്ലല്ലോ, കുറച്ച് ഉച്ചത്തിൽ സംസാരിക്ക്. അന്നേരം അവൻ പറയുന്നു, അതല്ല ബഗഡത്തി, ഞാൻ നേരത്തെ ശബ്ദത്തിൽ സംസാരിച്ചത്. അന്നേരം മഴ വരുന്ന ശബ്ദം കേൾക്കുന്നു. അവർ വെള്ളം ശേഖരിക്കാം എന്ന് കരുതി വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു തുള്ളി മഴ പോലും പെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ശബ്ദം എന്താണെന്ന് ആലോചിക്കുമ്പോൾ മുകളിൽ ഒരുപാട് സോംബികൾ പരക്കം പായുകയാണ്. പിന്നീട് അക്കാര്യം മനസ്സിലാക്കി രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ കിടക്കുന്നു. അന്നേരം എലീനയുടെ കാൽ തട്ടി ഒരു ടേബിൾ അവിടെ മറിഞ്ഞു വീഴുകയും ആ ശബ്ദം കേട്ട് സോംബികളെല്ലാം എലീനയുടെ റൂമിലേക്ക് തിരിയുന്നു. അവൾ ഭയന്ന് വിറക്കാൻ തുടങ്ങി. സോംബികൾ അവളുടെ റൂമിന്റെ അടുത്ത് എത്താറായപ്പോൾ ജൂൺവു അവളുടെ റൂമിന്റെ അപ്പുറത്തെ റൂമിലേക്ക് കോൾ ചെയ്ത് ആ റിംഗ് ടോണിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് സോംബികൾ പോകാൻ തുടങ്ങി. അതോടെ തൽക്കാലം എലീന രക്ഷപ്പെടുന്നു. എന്നാൽ ഇനിയും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, 8ാമത്തെ ഫ്ലോറിലേക്ക് പോകാം എന്ന് കരുതി എല്ലാം എടുത്ത് റെഡിയാവുന്നു. ശേഷം ജൂൺവു പറയുന്നു, ഞാൻ ആദ്യം നിന്റെ റൂമിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. എന്നാൽ അവൾ പറയുന്നു, അത് ശരിയല്ല, ഞാൻ ആദ്യം ഇവിടുന്ന് ഇറങ്ങാം, ശേഷം നീ വന്നാൽ മതി. അങ്ങനെ അവൾ കാറ്റ് വുമണിനെ പോലെ ചാടി ഇറങ്ങി നല്ല മാസായി ഓരോ സോംബിയെയും ഇടിച്ച് തകർത്ത് ഓടുന്നു. സോംബികൾ എല്ലാം അവളുടെ നേർക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ജാക്കി ചാൻ്റെ ഓരോ സ്റ്റെപ്സും എടുത്ത് പോരാടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ജൂൺവു വാ പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ശേഷം നിലത്ത് വീണ് കിടക്കുന്ന ഒരു തുപ്പാക്കി എടുത്ത് ഓടുമ്പോൾ ഒരു സോംബി അവളുടെ ദേഹത്ത് ചാടി കടിക്കാൻ നോക്കുന്നു. അതേ നേരത്തിൽ ജൂൺവു അവിടെ എത്തി ഒരു ഒലക്ക കൊണ്ട് അതിന്റെ മണ്ട കെട്ട് കൊടുക്കുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പോരാടി ഓടാൻ തുടങ്ങി. ശേഷം ഓടി ആ അപ്പാർട്ട്മെന്റിൽ കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. ശേഷം ലിഫ്റ്റിൽ കയറി പോകാൻ തുടങ്ങി. ലിഫ്റ്റ് മൊത്തം രക്തക്കാഹളം ആയിരുന്നു. അങ്ങനെ അവർ 8th ഫ്ലോറിൽ എത്തുന്നു. അവിടെ സോംബികളൊന്നും ഇല്ല, നല്ല വൃത്തിയുള്ള സ്ഥലമാണ് എന്ന് കരുതുന്നു. പുറകിലൂടെ ഒരു സോംബി വിരൽ പിടിച്ചു വരുന്നു. അത് കണ്ട് ഭയന്ന് അവർ പെട്ടെന്ന് ഓരോ റൂമും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഒരു കൂട്ടം സോംബികൾ ഓടി വരുന്നു. അവരുടെ അടുത്തെത്തി ഇനി രക്ഷപ്പെടാൻ കഴിയുമോ എന്നറിയാത്ത അവസ്ഥയിൽ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഫോഗ് എറിയുന്നു. അവിടെ മൊത്തം നിമിഷ നേരം കൊണ്ട് പുക നിറഞ്ഞ് ഒരുത്തൻ വന്ന് രണ്ടുപേരെയും അവൻ്റെ വീട്ടിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തുന്നു. ശേഷം അയാൾ അവർക്ക് വെള്ളം കൊടുക്കുന്നു. എന്നാൽ എലീനയും ജൂണും കുടിക്കുന്നില്ല. കാരണം അയാൾ ചിലപ്പോൾ അതിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടെങ്കിലോ എന്ന് കരുതുന്നു. എന്നാൽ അദ്ദേഹം വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ജൂൺവു ഓ പ്രശ്നമില്ല എന്ന് കരുതി കുടിക്കുന്നു. അതേപോലെ എലീനയോട് അവൻ കുടിക്കാൻ പറയുന്നു. അവൾ മനസ്സോടെ കുടിക്കുന്നു. അതിനുശേഷം അയാൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നു. അതും അവർ വിശപ്പോടെ ആർത്തിയോടെ കഴിച്ചു തീർക്കുന്നു. ജൂൺവുവിന് കൂടുതൽ സന്തോഷമായി. അയാൾ പറയുന്നു, നമ്മളെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീം വരുന്നതുവരെ നമുക്ക് ഇവിടെ ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ അവർ ചോദിക്കുന്നു, റെസ്ക്യൂ ടീം വരുമോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അദ്ദേഹം പറയുന്നു, അത് പിന്നെ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അവർ കൂടുതൽ സന്തോഷമാവുകയും കിട്ടിയ അവസരം മുതലാക്കി ജൂൺവു അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അതിനുശേഷം എലീന അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഞാൻ വിചാരിച്ചത് 8th ഫ്ലോറിൽ ആരും ഉണ്ടാവില്ല എന്നാണ്, നിങ്ങൾ എന്തേ വിൻഡോ സൈഡിൽ വരാതെ ഒളിച്ചു താമസിക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് ഒളിച്ചു താമസിക്കാനാണ് ഇഷ്ടം. അന്നേരം അവൾക്ക് തോന്നുന്നു, ഇനി ഇവൻ വല്ല സൈക്കോ മറ്റോ ആണോ? അവിടെ കുട്ടിയുടെ പൗഡർ മേക്കപ്പ് സാധനങ്ങൾ കണ്ടപ്പോൾ അവൾ ചോദിക്കുന്നു, നിങ്ങളുടെ കുട്ടികൾ, ഭാര്യ അവരൊക്കെ എവിടെ? അദ്ദേഹം പറയുന്നു, അതിന് എനിക്ക് ഭാര്യയും മക്കളും ഇല്ല. പക്ഷെ അവൾ അവിടെ അയാളുടെ ഫാമിലി ഫോട്ടോ കാണുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, പോകാം എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്കും ജൂൺവു അവിടെ മയങ്ങിക്കിടക്കുന്നു. അതേപോലെ എലീനയും മയങ്ങി വീഴാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് വെള്ളത്തിലല്ല ഭക്ഷണത്തിലാണ് മയക്കുമരുന്ന് കലർത്തിയതെന്ന്. അങ്ങനെ മയങ്ങി വീണ എലീനയെ ആ സൈക്കോ വലിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് ഒരു റൂമിൽ അടച്ചിടുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എലീനയ്ക്ക് ബോധം വരുന്നു. അപ്പോൾ അവിടെ ഒരു സോംബിയെ കെട്ടിയിട്ടത് കാണുന്നു. യഥാർത്ഥത്തിൽ അത് ആ സൈക്കോയുടെ വൈഫ് ആയിരുന്നു. അവിടെ എത്തുന്ന ഓരോരുത്തരെയും വൈഫിന് ഇട്ടുകൊടുക്കലാണ് അയാളുടെ പണി. അയാൾ പറയുന്നു, നിന്നെയും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണമാക്കാൻ കൊടുക്കും. ശേഷം കെട്ടിവച്ച ബെൽറ്റ് പതിയെ ലൂസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം സോമ്പത്തി എലീനയുടെ നേർക്ക് വരാൻ തുടങ്ങി. എലീന ഇതോടെ തീരും എന്ന് ഉറപ്പായി. അവസാനം സൈക്കോ ആ ബെൽറ്റ് മുഴുവനായി വിടുകയും ജൂൺവു ചാടി ബെൽറ്റിനെ പിടിക്കുന്നു. എന്നാൽ സൈക്കോ പറയുന്നു, നീ ബെൽറ്റ് വിട്ടില്ലെങ്കിൽ വെടിവെച്ച് നിന്നെയും കൊല്ലും.
അന്നേരം അവൻ്റെ കയ്യിൽ നിന്നും ബെൽറ്റ് സോംബി വലിച്ചെടുക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ റൂമിലെ ശബ്ദം നിലച്ചു. എലീനയെ കടിച്ച് കൊന്നുകാണും എന്ന് കരുതി സൈക്കോ വാതിൽ തുറന്ന് പതുക്കെ നോക്കുമ്പോൾ എലീന സോംബിയെ ഒരു തുണി കൊണ്ട് മുഖം മറച്ച് നിർത്തിയിട്ടുണ്ട്. സൈക്കോയെ കണ്ടപ്പോൾ അവളത് സോംബിയെ അവൻ്റെ നേർക്ക് വിടുന്നു. സോംബി സൈക്കോയുടെ ദേഹത്ത് ചാടി വീണ് സൈക്കോയെ കടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇനി രണ്ടുപേരും സോംബിയായാൽ ശരിയാവില്ല എന്ന് കരുതി എലീന രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു. ആ ശബ്ദം പുറത്തുള്ള സോംബികൾ എല്ലാം കേൾക്കുന്നു. പിന്നെ എന്ത് പറയാനാ, എല്ലാ സോംബികളും ആ ഫ്ലാറ്റിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. ഇനി ഒരിക്കലും അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് 100% ഷുവറാണ്. അതിനാൽ അവരുടെ കടിയേറ്റ് ഒരു സോംബിയായി വെറി പിടിച്ച് അലയുന്നതിന് പകരം മരിക്കുന്നതാണ് എന്ന് രണ്ടുപേരും തീരുമാനിച്ച് എലീന പറയുന്നു, ആദ്യം നീ എന്നെ കൊല്ല്. അവൻ അതിന് തീരെ മനസ്സ് വന്നില്ല. എങ്കിലും എല്ലാം തീർന്നു എന്ന് കരുതി അവൻ തുപ്പാക്കി നീട്ടി മനസ്സില്ലാ മനസ്സോടെ അല്ലെങ്കിൽ ധൈര്യത്തോടെ വെടിവെക്കാൻ നോക്കുന്നു. ആ അവസാനത്തെ നിമിഷത്തിൽ പുറത്തു നിന്നും വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. പുറത്തു പോയി നോക്കുമ്പോൾ അവിടെ റെസ്ക്യൂ ടീം വരുന്നുണ്ടായിരുന്നു. ആ സൈക്കോ പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ എത്രയും പെട്ടെന്ന് ടെറസിലേക്ക് പോകണം, എന്നാലേ റെസ്ക്യൂ ടീം കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സൈക്കോയുടെ റൂമിൽ നിന്നും കിട്ടിയ ഫോഗ് എടുത്ത് എറിഞ്ഞ് സോംബികളെ കണ്ണുവെട്ടിച്ച് ഓടാൻ തുടങ്ങി. ഓടി മുകളിൽ എത്തി ഡോർ ലോക്ക് ചെയ്യുന്നു. എന്നാൽ എവിടെയും റെസ്ക്യൂ ടീമിനെ കണ്ടില്ല. ഇനി അവർ പോയി കാണുമോ എന്ന് വിഷമിച്ച് ഇരിക്കുമ്പോൾ ലോക്ക് ചെയ്ത ഡോർ തകർത്ത് ഒരുപാട് സോംബികൾ വരാൻ തുടങ്ങി. അന്നേരം കയ്യിലുള്ള തുപ്പാക്കി വെച്ച് സോംബികളെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. എന്നാൽ ബുള്ളറ്റ് മൊത്തം തീർന്നു. ഇനി എല്ലാം തീർന്നു. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതോടെ നമ്മളും സോംബിയായി മാറും. കൊല്ലവെറിയോടെ സോംബികൾ ഓടി വരുന്നത് കണ്ട് അവസാനത്തെ ശ്വാസവും എടുത്തു നിൽക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗ് ഓർക്കുന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ തല ഉയർത്തി നോക്കണം. അതേപോലെ അവർ നോക്കുമ്പോൾ മരണമാസിൽ വരികയാണ് നമ്മുടെ രക്ഷകർ റെസ്ക്യൂ ടീം. പിന്നെ ഒന്നും നോക്കിയില്ല, പബ്ജി കളിക്കുന്ന പോലെ ഓരോ സോംബിയെയും ചറപറാന്ന് ഇട്ട് കാച്ചുന്നു. സോംബികളൊക്കെ ഓരോന്നായി ചത്ത് പണ്ടാരമടങ്ങാൻ തുടങ്ങി. അതിനിടയിൽ രണ്ടുപേരെയും തലനാഴിയിടയ്ക്ക് അവിടുന്ന് പിടിച്ച് കയറ്റി അവരവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. യഥാർത്ഥത്തിൽ റെസ്ക്യൂ ടീം അവിടെ വരാൻ കാരണം തുടക്കത്തിൽ ജൂൺവോ സോഷ്യൽ മീഡിയയിൽ എന്നെ രക്ഷിക്കണേ എന്ന് എഴുതി അഡ്രസ്സ് കൂടി എഴുതി വെച്ച് ഷെയർ ചെയ്തത് കൊണ്ടാണ്. നിങ്ങളാരെങ്കിലും എവിടെയെങ്കിലും ഇതേ അവസ്ഥയിൽ പെട്ടുപോയാൽ എന്നെ രക്ഷിക്കണേ എന്നെഴുതി അഡ്രസ്സ് കൂടി എഴുതി ഷെയർ ചെയ്താൽ മതി. ഒരു നാൾ റെസ്ക്യൂ ടീം തീർച്ചയായും എത്തും. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.